ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഹാരി അങ്ങനെയൊക്കെ പെരുമാറിയത് തന്നെ ഡോജി എടുത്ത് അപ്പോളജൈസ് ചെയ്യും. അവര് തിരിച്ചു വരുന്നത് ചിയോൺ കാണും. സിറ്റുവേഷൻ ഓക്വേർഡ് ആകാതിരിക്കാൻ അവൻ ഹൈഡ് ചെയ്യും. പിറ്റേ ദിവസം ബോൺജൂൾ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും. പുതിയ പ്രോജക്റ്റിൽ നിന്ന് അവനെ മാറ്റിയതിന്റെ ദേഷ്യമാണെന്ന് ഹെഡ് നഴ്സ് അവരോട് പറയും. അയാള് അവരോട് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ജോ ഡിസ്ലൊക്കേറ്റഡ് ആവും. ഡോജിയാണ് അതെല്ലാം കെട്ടിവെച്ച് റെഡിയാക്കി കൊടുക്കുന്നത്. ഒരാഴ്ചത്തേക്ക് വാ തുറക്കരുതെന്ന് പറഞ്ഞാണ് അയാളെ അവിടുന്ന് വിടുന്നത്. ഇത് മെയിൻ ഐലൻഡ് ആണ്. അതിനെ ചുറ്റിപ്പറ്റി കുറെ ടൈനി ഐലൻഡ്സ് ഉണ്ട്. അവിടെ എല്ലാം ആളുകൾക്ക് ചികിത്സ വേണമെങ്കിൽ ഇവിടുന്ന് ഡോക്ടേഴ്സ് ചെന്നാലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഐലൻഡിൽ നിന്ന് ഹെൽത്ത് സെന്ററിലേക്ക് കോൾ വരും. അവിടേക്ക് ഡോജിയും ഹാരിയും കൂടി ഒന്നിച്ചാണ് ചെല്ലുന്നത്. ജെങ്സുന്റെ വീട്ടിലേക്ക് കയറിപ്പോയ പയ്യൻ പിറ്റേ ദിവസം വഴിയിൽ വെച്ച് കാണുമ്പോൾ ഹെൽത്ത് സെന്റർ എവിടെയാണെന്ന് ഡോക്ടർ യങ്ങിന്റെ അടുത്ത് ചോദിക്കും. ആ പയ്യന്റെ പേര് കിം ജൂൺ എന്നാണ്. തെറ്റിദ്ധരിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് കുറച്ച് ഹാർഷായിട്ടാണ് ഡോക്ടർ യങ് അവനെ ചികിത്സിക്കുന്നത്. ആ കിടക്കുന്ന പേഷ്യന്റ് ആണ് ഇയാളുടെ ഗസ്റ്റ് എന്ന് എനിക്കറിയാം. ഇയാളുടെ വീട്ടിലേക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ ഹൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്? എന്തുകൊണ്ടാണ് എനിക്ക് പരിചയപ്പെടുത്തി തരാതിരുന്നത്? നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ഹാർഷായിട്ടാണ് ഡോക്ടർ യങ് ജെങ്സൂന്റെ അടുത്ത് സംസാരിക്കുന്നത്. അത് അവർക്ക് വല്ലാതെ ഹേർട്ട് ആവും. ഡോജിയും ഹാരിയും വില്ലേജ് ചീഫ് എന്ന കൂട്ടിക്കൊണ്ട് പോകുന്നത് ദൂരെ നിന്ന് ഒരു ലേഡി സംശയാസ്പദമായ രീതിയിൽ നോക്കുന്നുണ്ട്. അവർ ചെല്ലുമ്പോൾ വയസ്സായ ഒരു ലേഡിയാണ്, വയ്യാതെ കിടക്കുകയാണ്. അവർക്ക് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് നോക്കുമ്പോൾ കയ്യിലെല്ലാം നീഡിലിന്റെ പാടാണ്. കഴിഞ്ഞ ആഴ്ച എങ്ങാനും ഹോസ്പിറ്റലിൽ പോയിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ന്യൂട്രീഷൻ സപ്ലിമെന്റിന്റെ IV എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. തിരിച്ചു പോകാനുള്ള ബോട്ട് സർവീസ് എല്ലാം നിർത്തിവെച്ചിട്ടുണ്ടെന്ന് വില്ലേജ് ചീഫ് ഡോജിയുടെ അടുത്തും ഹാരിയുടെ അടുത്തും പറയും. അവർക്ക് ഇനി പിറ്റേ ദിവസമേ പോകാൻ പറ്റത്തുള്ളൂ. ഇത് കേൾക്കുമ്പോൾ നേരത്തെ കണ്ട ആ ലേഡി കുറച്ച് പേടിക്കും. സ്റ്റോറിൽ വെച്ചിട്ട് യങ് കിമ്മിനെയും ജെങ്സൂണിനെയും കൂടി ഒന്നിച്ച് കാണും. എങ്ങനെ കാണുമ്പോഴത്തേക്കിനും വളരെ അടുപ്പത്തിൽ കിമ്മിന്റെ അടുത്ത് സംസാരിക്കാനൊക്കെ ജെങ്സൂൺ ശ്രമിക്കും. പക്ഷെ കിം ആണെങ്കിൽ അവളുടെ അടുത്ത് ചുമ്മാ ഇരിക്കാനാണ് പറയുന്നത്. കിം സംസാരിക്കുമ്പോൾ മുഖത്ത് എന്തോ പ്രശ്നം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അന്നേരം തന്നെ അവനെ കൂട്ടി യങ് ഹെൽത്ത് സെന്ററിലേക്ക് ചെല്ലും. എന്നിട്ട് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കും. ഇയൊക്കെ ദേഷ്യമുള്ള ആളല്ലേ, പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ജെങ്സൂൺ ചോദിക്കുമ്പോൾ ആ ആൾക്ക് വേദനിച്ച ഇയാൾക്ക് വിഷമം വരുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്നാണ് അവൻ പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് കിമ്മിനൊരു കോള് വരും. അമ്മ വിളിക്കുന്നു, നീ കോൾ അറ്റൻഡ് ചെയ്യണം, എന്റെ കാര്യമൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കൊടുക്കുന്ന കാണുന്നതന്നെയാണ് അവര് സിബ്ലിങ്സ് ആയിരുന്നു എന്ന് ഒരു ഷോക്കോട് കൂടി യങ് തിരിച്ചറിയുന്നത്. പക്ഷെ അവരുടെ സർ നെയിം വേറെയാണ്, രണ്ടുപേരുടെ അച്ഛന്മാര് വേറെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഇത് എംബാരസിങ് അല്ലാത്ത രീതിയിൽ എങ്ങനെ അവതരിപ്പിക്കുന്നു ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുള്ള അവസരം പോലും നീ എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞിട്ട് ജെങ്സൂൺ അവിടുന്ന് ദേഷ്യത്തിൽ പോകും. രാത്രിയാകുമ്പോൾ അവിടെയുള്ള ഗ്രാനീസിന് കുറെ പേർക്ക് ഒരുമിച്ച് പനി കൂടും. അങ്ങനെ വില്ലേജ് ചീഫ് വന്ന് ഡോജിയും ഹാരിയും കൂട്ടിക്കൊണ്ടു പോകും. അവർ നോക്കുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഇഞ്ചക്ഷന്റെ പാടുണ്ട്. ഇതെന്താണെന്ന് സത്യസന്ധമായിട്ട് പറയാനായിട്ട് അവര് വില്ലേജ് ചീഫിനെ നിർബന്ധിക്കും. വില്ലേജ് ചീഫ് ഇവർ വന്നിറങ്ങുമ്പോൾ സസ്പീഷ്യസ് ആയിട്ട് അവിടെ കണ്ട ലേഡിയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവരെ നേരത്തെ ഒരു നേഴ്സായിരുന്നു, ഇപ്പോൾ സർവീസിലില്ല. അവരാണ് അവിടെ ആർക്കെങ്കിലും ഒക്കെ അസുഖം വരുവാണെങ്കിൽ ചികിത്സിക്കുന്നത്. പക്ഷെ അവരുടെ കയ്യിലിരിക്കുന്ന മരുന്നുകൾ മുഴുവൻ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞതാണ്. അത് തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയാണ് ഓരോന്ന് ചെയ്യുന്നത്. എന്ത് തന്നെ പറഞ്ഞാലും അവര് നേഴ്സ് ആയിരുന്നല്ലോ, അവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. ഞങ്ങൾക്ക് എപ്പോഴും മെയിൻ ഐലൻഡിൽ നിന്ന് ഡോക്ടർ വരുന്നവരെ കാത്തിരിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ കാത്തിരിക്കുവാണെങ്കിൽ ഈ ഐലൻഡിലെ ആളുകൾ മുഴുവൻ മരിച്ചു പോകത്തേ ഉള്ളൂ എന്ന് വില്ലേജ് ചീഫ് അവരോട് പറയും. ഹാരി അന്നേരം തന്നെ ഹെൽത്ത് സെന്ററിലേക്ക് വിളിച്ച കാര്യങ്ങൾ പറയും. ചിയോൺ അവർക്ക് ആവശ്യമുള്ള മരുന്നുകളായിട്ട് അങ്ങോട്ടേക്ക് വരും. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യണമെന്ന് അവൻ പറയും. പക്ഷെ വില്ലേജ് ചീഫ് പറഞ്ഞ കാര്യങ്ങൾ ഡോജി പറയുമ്പോഴത്തേക്കിനും നീ എപ്പോഴും ഇങ്ങനെയല്ലല്ലോ, നിയമമൊക്കെ നോക്കുമല്ലോ, പിന്നെ ഈ ഒരു കാര്യത്തിന് മാത്രം എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഇത് നമ്മൾ കണ്ടില്ലാന്ന് വെക്കുകയാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയുള്ളൂ. അന്നേരം നമ്മളെ രക്ഷിക്കാൻ ആരും വരത്തില്ല. നമ്മുടെ പ്രൊഫഷനെയാണ് ഇത് ബാധിക്കാനായിട്ട് പോകുന്നത്. ഞാൻ എന്തായാലും ഇത് റിപ്പോർട്ട് ചെയ്യുമെന്ന് അവൻ പറയും. അവർ പോകാൻ നേരം നീ എന്തിനാണ് അത് ചെയ്തത്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വില്ലേജ് ചീഫ് വന്ന് ഡോജി എടുത്ത് ദേഷ്യപ്പെടും. അവനെ നേരം അവന്റെ ഫ്രണ്ടിന്റെ മരണസമയമാണ് ഓർമ്മ വരുന്നത്. ഫ്രണ്ടിന്റെ അമ്മയൊക്കെ അവനോട് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൻ മിണ്ടാതെ നിൽക്കുന്ന കാണുമ്പോൾ ഞാനാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ചിയോൺ പറയും. നിനക്ക് ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു, അത് കണ്ടില്ലാന്ന് വെച്ചാൽ പോരായിരുന്നു എന്ന് ഡോജി വീണ്ടും ചോദിക്കുമ്പോൾ ഈ ഒരു കാര്യം ഇയാൾ എന്തിനാണ് പേഴ്സണലായിട്ട് എടുക്കുന്നതെന്ന് ചിയോൺ അവനോട് ചോദിക്കും. അന്നേരം അവൻ മിണ്ടാതെ നിൽക്കും. ഞാൻ സ്വന്തമായിട്ട് കൺക്ലൂഷൻസിൽ എത്താൻ പാടില്ലായിരുന്നു, ഇയാളെ നഷ്ടപ്പെടുമോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് യങ് വന്ന് ജെങ്സൂണിന്റെ അടുത്ത് അപ്പോളജൈസ് ചെയ്യും. ഡോജി കാര്യമായിട്ട് എന്തോ വിഷമത്തിലായിരുന്നു, അതുകൊണ്ട് അവനോട് ഞാൻ നേരത്തെ പൊക്കോളാൻ പറഞ്ഞു എന്ന് ഹെഡ് നഴ്സ് ഹാരി അടുത്ത് പറയും. ഡോജി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സോനു മരിച്ച ദിവസത്തെ കാര്യങ്ങൾ ഓർക്കുകയാണ്. അവർ മൂന്നുപേരും കൂടി ഒരു ഐലൻഡിലെ ട്രിപ്പ് പോയപ്പോഴാണ് സോനുവിന് അപകടം പറ്റുന്നത്. ദൂരെ ഒരു ഐലൻഡ് ആയതുകൊണ്ട് തന്നെ അവനെ മെയിൻലാൻഡിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവർക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും അവനെ രക്ഷിക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. സോനു മരിച്ചു കഴിയുമ്പോഴത്തേക്കിനും ഇനി എനിക്ക് സന്തോഷിക്കാനായിട്ട് അവകാശമുണ്ടെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് നമ്മുടെ റിലേഷൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നിന്നെ കാണുമ്പോഴെല്ലാം എനിക്ക്
സോനുവിനെ ഓർമ്മ വരുമെന്ന് ഹായങ് ഡോജിയെടുത്ത് പറയും. അവളോട് തിരിച്ചൊന്നും പറയാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു അവനപ്പോ. കാരണം ഹായങ് പറഞ്ഞത് ശരിയാണെന്ന് ഡോജിക്കും തോന്നും. ഒറ്റയ്ക്കിരിക്കുന്ന ഡോജിയെ ഹാരി കാണും. എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായ ഇൻസിഡന്റ് എന്താണെന്ന്, എന്തുകൊണ്ടാണ് എന്നോട് ചോദിക്കാത്തതെന്ന് ഡോജി ഹാരിയെടുത്ത് ചോദിക്കും. ഇയാൾക്ക് അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. പക്ഷെ എപ്പോഴെങ്കിലും ഇയാൾ പറയാൻ റെഡി ആവുമ്പോൾ അന്ന് എന്നോട് പറഞ്ഞാൽ മതി. ഞാനായിട്ട് നിർബന്ധിച്ച് പറയിക്കത്തില്ല. എനിക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഒരു സപ്പോർട്ടായിട്ട് ഇയാൾ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ ഇയാളിപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഞാനും ഒരു സപ്പോർട്ടായിട്ട് ഇയാളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഹാരി അവന് ഉറപ്പ് കൊടുക്കും. വില്ലേജ് ചീഫിന്റെ നേതൃത്വത്തിൽ സീറിച്ചുല നടക്കുകയാണ് ഐലൻഡില്. അതിനുശേഷം പോട്ടുന്ന റൈസ് എടുത്ത് കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ അത് ചീഫിന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടും. ചീഫിന്റെ കയ്യില് ഇഞ്ചുറി വരും. അത് ട്രീറ്റ് ചെയ്യുന്നത് ഡോജിയാണ്. പക്ഷെ അതൊരു ദുശകനമായിട്ടാണ് ചീഫിന് തോന്നുന്നത്. ഹാരിയുടെ വീടിന്റെ പണിയെല്ലാം കഴിഞ്ഞ് അവൾ അങ്ങോട്ടേക്ക് താമസം മാറും. ഒരു എമർജൻസി പേഷ്യന്റ് ഹെൽത്ത് സെന്ററിലേക്ക് വരും. അയാൾക്ക് വയറുവേദനയാണെന്നാണ് പറയുന്നത്. നോക്കുമ്പോൾ അപ്പൻഡിസൈറ്റിസ് ആണെന്ന് ഡോജിക്ക് തോന്നും. അങ്ങനെ ഹെലികോപ്റ്റർ വേണമെന്ന് അവർ വിളിച്ചു പറയും. അവരെല്ലാവരും ഹെലിപ്പാഡിന്റെ അടുത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അവർ വലിയൊരു സൗണ്ട് കേൾക്കും. നോക്കുമ്പോൾ ഹെലികോപ്റ്റർ കത്തുന്നതാണ് കാണുന്നത്. മെയിൻ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ അയാൾക്ക് വയറുവേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അവിടുന്ന് പറയുന്നത്. അങ്ങനെ ഡോജി തെറ്റായി ഡയഗ്നോസ് ചെയ്തതുകൊണ്ടാണ് പൈലറ്റിന്റെ മരണം വരെ സംഭവിച്ചതെന്ന് ഗവർണർ റിപ്പോർട്ടേഴ്സിന്റെ അടുത്തൊക്കെ പറയും. ഇത് കാണുമ്പോൾ ഹെൽത്ത് സെന്ററിൽ എല്ലാവർക്കും ദേഷ്യവും. അവിടുന്ന് തിരിച്ചു വരുന്ന ഡോജി റൂമിൽ കയറി കുറ്റിയിട്ടിട്ടിരുന്നിട്ട് പിന്നീട് പുറത്തേക്ക് ഇറങ്ങുന്നതേ ഇല്ല. ഫുഡ് കഴിക്കാൻ പോലും എല്ലാവരും മാറി മാറി വിളിച്ചിട്ടും അവൻ വരുന്നില്ല. ഹാരി ഹെൽത്ത് സെന്ററിലേക്ക് ടിഷ്യൂ ഒക്കെ വാങ്ങാനായിട്ട് സ്റ്റോറിലേക്ക് ചെല്ലും. അന്നേരം അവിടുത്തെ ലേഡിയുടെ ഗ്രാൻഡ് ഡോട്ടർ കരഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് വരും. അതിന്റെ പാവ ആരോ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിന് പുറകെ ഒരു പെൺകുട്ടി കയറി വന്നിട്ട് അപ്പോളജൈസ് ചെയ്ത് ആ പാവയെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പാവയെ സ്റ്റിച്ച് ചെയ്യുന്ന കാണുമ്പോൾ അതൊരു ഡോക്ടറാണെന്ന് ഹാരിക്ക് മനസ്സിലാവും. ഇവിടുത്തെ ഹെൽത്ത് സെന്റർ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ നേഴ്സാണെന്ന് പറഞ്ഞ് ഹാരി പരിചയപ്പെടും. ഡോജി എവിടെയാണോ വർക്ക് ചെയ്യുന്നതെന്ന് ആ പെൺകുട്ടി ഹാരി അടുത്ത് ചോദിക്കും. ഹായങ് വന്നിട്ടുണ്ടെന്ന് ഡോജി അടുത്ത് പറഞ്ഞാൽ മതിയെന്ന് ആ പെൺകുട്ടി പറയുന്നത് കേൾക്കുമ്പോൾ ഇത്രയും ദിവസം ഇറങ്ങി വരാത്ത ഡോജി എന്തായാലും ഇന്നും ഇറങ്ങി വരാൻ പോകുന്നില്ല എന്ന് അവരൊക്കെ വിചാരിക്കും. പക്ഷെ അവരെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ ഇറങ്ങി ചെല്ലും. അവർ തമ്മിൽ സംസാരിക്കുന്ന കാണുമ്പോൾ നല്ലൊരു റിലേഷൻ അല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാവും. ന്യൂസൊക്കെ കണ്ട് ആശ്വസിപ്പിക്കാൻ വന്നതാണെന്ന് ഹായങ് പറയുമ്പോൾ ഡോജി അവളോട് ദേഷ്യപ്പെടും. സോനുവിന്റെ മരണസമയത്തായിരുന്നു എനിക്ക് ഈ ആശ്വാസ വാക്കുകളുടെ ആവശ്യം. അന്ന് എന്നെ കണ്ടില്ല എന്നടിച്ച്, എന്റെ വേദന കണ്ടില്ല എന്നടിച്ച് നീ എന്നെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇപ്പൊ എന്നോടൊന്നും സംസാരിക്കണ്ടെന്ന് അവൻ ദേഷ്യത്തിൽ പറയും. അന്നേരം അങ്ങോട്ടേക്ക് 2 വാനിലായിട്ട് ആവശ്യ നിലയിൽ കുറെ ആളുകൾ വരും. അവരെല്ലാം കൂടി ആ ഐലൻഡിലേക്ക് ട്രിപ്പ് വന്നതായിരുന്നു. ഡോജിയെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. ന്യൂസിലൊക്കെ അവന്റെ ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ട്രീറ്റ് ചെയ്യാൻ ചെല്ലുന്ന പേഷ്യന്റ് അവനെ കാണുന്നുണ്ട്. ഈ ഡോക്ടർ എന്നെ നോക്കണ്ടെന്ന് പറയും. സിറ്റുവേഷൻ ഓക്വേർഡാണ്. അവൻ എങ്ങനെ പ്രതികരിക്കണം എന്നറിയത്തില്ല. അന്നേരത്തേക്ക് ഹായങ് അങ്ങോട്ടേക്ക് വന്ന് ഞാനൊരു ഡോക്ടറാണ്, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ട്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയും. അങ്ങനെ അവളുടെ ഹെൽപ്പോട് കൂടിയാണ് അത്രയും പേരെ അവരെല്ലാം ട്രീറ്റ് ചെയ്തിട്ട് വിടുന്നത്. നമുക്ക് ഒന്നിച്ച് കഴിക്കാൻ പോയാലോ എന്ന് അവൾ ഡോജി എടുത്ത് ചോദിക്കുമ്പോൾ അവളെ മൈൻഡ് ചെയ്യാതെ അവൻ തിരികെ റൂമിലേക്ക് പോകും. അവളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി മെയിൻ നേഴ്സ് എല്ലാവരെയും കൂട്ടി ലഞ്ച് കഴിക്കാനായിട്ട്. ഡോജിയായിട്ടുള്ള റിലേഷൻ എന്താണെന്ന് ഡോക്ടർ യങ് ഹായങ്ങിന്റെ അടുത്ത് ചോദിക്കും. ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഒരുമിച്ചായിരുന്നു, 5 വർഷം ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവൾ പറയും. അത് കേൾക്കുമ്പോഴത്തേക്കും അത് കോളേജിൽ പഠിക്കുമ്പോഴത്തെ കാര്യമല്ലേ, ഇപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ, എല്ലാവർക്കും വേറെ വേറെ റിലേഷൻ ഒക്കെ ആകാമല്ലോ എന്നൊക്കെയുള്ള രീതിക്ക് അവർ സംസാരിക്കും. ഹാരിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെയൊക്കെ പറയുന്നത്. അന്നേരം റെസ്റ്റോറന്റിലെ ലേഡി അങ്ങോട്ടേക്ക് വന്ന് ഡോജിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡ് അങ്ങോട്ടേക്ക് കൊണ്ടുവരും. ചിയോൺ പെട്ടെന്ന് അത് വാങ്ങി ഹാരിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഡോജിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കണം എന്ന് പറയും. മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അതെല്ലാവർക്കും മനസ്സിലാവും, അതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഹായങ് എന്താണ് സംഭവം എന്നുള്ള രീതിക്ക് നോക്കും. അവക്കും എന്തൊക്കെയോ സംശയം തോന്നും. ഒരു ഐലൻഡ് എന്ന് പറയുന്നത് ഡോജിക്ക് ഹെല്ലാണ്. അതുകൊണ്ട് അവനെ മെയിൻലാൻഡിലേക്ക് വരാനായിട്ട് ഇയാൾ നിർബന്ധിക്കണം. ഇയാൾ പറഞ്ഞാൽ ഡോജി കേൾക്കുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് ഹായങ് അവളോട് പറയും. അതിനുള്ള റീസൺ ഇയാൾക്ക് അറിയാലോ എന്ന് ചോദിക്കുമ്പോൾ അവൾ മിണ്ടാതെ നിൽക്കും. അവൾക്ക് അറിയത്തില്ല എന്ന് ഹായങ്ങിന് മനസ്സിലാവും. അത് ഡോജി പറഞ്ഞു തന്നെ എനിക്ക് അറിഞ്ഞാൽ മതി എന്ന് ഹാരി ഹായങ്ങിന്റെ അടുത്ത് പറയും. ചിയോണും യങ്ങും തിരിച്ചു വരുമ്പോൾ ഫുഡ് ഡോജിയുടെ റൂമിന്റെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ഇങ്ങനെ വിട്ടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ചിയോൺ അവൻ റൂം തുറക്കുന്നത് വരെ തട്ടിക്കൊണ്ടേയിരിക്കും. അവനെ ആശ്വസിപ്പിക്കും. എനിക്കിപ്പോ രോഗികളെ ചികിത്സിക്കാൻ പേടിയാണെന്ന് അവൻ അവരോട് ഷെയർ ചെയ്യും. ഐലൻഡിലെ ഫ്ലൂ വാക്സിനേഷൻ നടക്കുകയാണ്. എല്ലാവരും വന്ന് അറ്റൻഡ് ചെയ്യും. പാർക്ക് നന്നായിട്ട് പബ്ലിസിറ്റി കൊടുത്തതുകൊണ്ടാണെന്ന് ഹാരി വിചാരിക്കും. എന്നാൽ അതുകൊണ്ടല്ല. അടുത്തുള്ള ഐലൻഡിൽ പനി വന്നിട്ട് ഒരു ലേഡി മരിച്ചുപോയി. അങ്ങനെ എന്തെങ്കിലും ചെറിയ അസുഖം വന്നാൽ പോലും ഐലൻഡിലായതുകൊണ്ട് മരിച്ചു പോകുന്ന ഇവിടുത്തെ ആളുകൾക്ക് പേടിയായി തുടങ്ങി. അവിടെ ഹെലികോപ്റ്ററിന് ചെല്ലാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. കാരണം പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഹെലിപാഡിൽ ലൈറ്റ് ഒന്നുമില്ല. അതിന്റെ പ്രശ്നം കാരണമായിരുന്നു. അത് എല്ലാവർക്കും പേടിയായിട്ടുണ്ടെന്ന് പാർക്ക് പറയും. അവരുടെ അവിടെയും ഹെലികോപ്റ്റർ വന്നിറങ്ങിയ ദിവസം ലൈറ്റ് ഇല്ലായിരുന്നു എന്ന് ഹാരി അന്നേരം ഓർത്തെടുത്തു.
അങ്ങനെ അവര് സംഭവം നടന്ന ഐലൻഡിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഡോക്ടർ വന്നിട്ട് അവരോട് സംസാരിക്കും. ഹെലിപാഡിന്റെ കൺസ്ട്രക്ഷൻ ഒന്നും നേരെയല്ല അവർ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്, അവിടെ ലൈറ്റ് ഒന്നും നേരെ വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഹെലികോപ്റ്ററിനൊന്നും വരാൻ പറ്റാത്തതെന്ന് അയാൾ പറയും. അത് കേൾക്കുമ്പോൾ അവരുടെ അവിടെയും ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു എന്ന് അവള് ചിയോന്റെ അടുത്ത് ഷെയർ ചെയ്യും. ഇപ്പോൾ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്ത എല്ലായിടത്തും ഇതേ പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് അവർ തീരുമാനിക്കും. അങ്ങനെ അവരെ മെനക്കെട്ടിരുന്ന ഓരോരോ സ്ഥലത്തായിട്ട് വിളിച്ചു ചോദിക്കും. പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്ത 20 ഹെലിപാഡ്സിൽ 3 മാത്രമേ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. അവിടെയും CCTV ഒന്നും വെച്ചിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലാവും. ഒന്നും നേരെയല്ല ചെയ്തേക്കുന്നത്. അന്ന് അവിടെ നടന്ന അപകടം ഒരു കാരണവശാലും ഡോജിയുടെ കുറ്റം കൊണ്ടല്ല, കൺസ്ട്രക്ഷന്റെ പ്രശ്നം കൊണ്ടാണെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവും. ഡോക്ടർ യങ്ങിന് രണ്ടാമത്തെ ട്രെയിനിങ്ങിനുള്ള നോട്ടീസ് വരും. അതും കൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ അവനെ മറ്റൊരിടത്തേക്ക് പോസ്റ്റ് ചെയ്യും. അതറിയുമ്പോൾ ജെങ്സോണിന് സങ്കടം തോന്നും. അവന് ട്രെയിനിങ്ങിന് പോകേണ്ടത് മെയിൻലാൻഡിലേക്കാണ്. എൻ്റെ കൂടെ വരുവാണെങ്കിൽ അന്ന് നമുക്ക് ഡേറ്റിന് പോകാമെന്ന് അവൻ ജെങ്സൂണിന്റെ അടുത്ത് പറയും. കാണണമെന്ന് പറഞ്ഞിട്ട് ഹായങ് ഡോജിയെ ഫോൺ ചെയ്യും. ചെന്നില്ലെങ്കിൽ അവൾ അതുവരെ വെയിറ്റ് ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ ചെല്ലും. ഫ്രണ്ട് മരിച്ചപ്പോൾ കൂടെ നിന്ന് ആശ്വസിപ്പിക്കുന്നതിന് പകരം നമ്മൾ രണ്ടുപേരും ഹാപ്പിനെസ് ഡിസേർവ് ചെയ്യുന്നില്ല എന്നാണ് അന്ന് ഹായങ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ എന്നോട് പെരുമാറുന്ന കാണുമ്പോൾ ശരിക്കും ഇയാളെന്ന് പറഞ്ഞത് ശരിയായിരുന്നോ? എനിക്ക് സന്തോഷിക്കാനുള്ള അവകാശമില്ലേ എന്ന് ഞാനിപ്പോൾ സംശയിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് അവൻ ഹായങ്ങിന്റെ അടുത്ത് പറയും. ഗവർണറുടെ കറക്ഷൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ചിയോണിനും ഹാരിക്കും മനസ്സിലാവും. എന്നിട്ടും ഒന്നും അറിയാത്ത ഡോജിയെ അവര് വെറുതെ ബലിയാടാക്കിയതാണെന്ന് അറിയുമ്പോഴത്തേക്കിനും അവർക്ക് ദേഷ്യമുണ്ട്. ഈ ഒരു സന്തോഷ വാർത്ത ഹാരി തന്നെ ഡോജിയുടെ അടുത്ത് പോയി പറയണമെന്ന് ചിയോൺ പറയും. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഡോജിയും ഹായും കൂടി ഒന്നിച്ചു വരുന്നത് അവർ കാണും. ഇപ്പൊ തന്നെ പോയി പറയാനായിട്ട് ചിയോൺ ഹാരിയെ നിർബന്ധിക്കും. ഡോജിയുടെ കുറ്റം കൊണ്ടൊന്നുമല്ല പൈലറ്റ് മരിച്ചത്, ഹെലിപാഡിന്റെ കൺസ്ട്രക്ഷന്റെ പ്രശ്നം കൊണ്ടാണ്, ഗവർണറുടെ അഴിമതി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് അവർ അന്നത്തെ ദിവസം കണ്ടുപിടിച്ച കാര്യങ്ങൾ മുഴുവൻ ഹാരി ഡോജിയുടെ അടുത്ത് പറയും. അതുകൊണ്ട് സ്വന്തമായിട്ട് ബ്ലെയിം ചെയ്യുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം, ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ കൂടെയുണ്ട്, ചെയ്യാത്ത കുറ്റത്തിന് ഒരിക്കലും ഗിൽറ്റും പേറി ജീവിക്കരുതെന്ന് ഹാരി അവനോട് പറയും. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം എത്ര ഹാർഷായിട്ടാണ് ഡോജിയുടെ അടുത്ത് അവൾ പെരുമാറിയെന്ന് ഹായങ് അവിടെ വെച്ച് റിയലൈസ് ചെയ്യും. അവന് വേണ്ടിയിട്ട് എത്രമാത്രം ഹാരി കഷ്ടപ്പെട്ടു എന്ന് ഡോജിക്കും മനസ്സിലാവും. ഡേറ്റിന് പോകാൻ വേണ്ടിയിട്ട് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിയാണ് ജെങ്സൂൺ യങ്ങിന്റെ കൂടെ ചെല്ലുന്നത്. വലിയൊരു റെസ്റ്റോറന്റിലേക്കാണ് അവൻ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടുത്തെ വിലയൊക്കെ കാണുമ്പോൾ അവൾ അന്തം വിടുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് ഡിഷസ് ഒന്നും പോലും അവൾക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് യങ് ഓർഡർ ഒക്കെ കൊടുക്കുന്നത്. അവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ അവൾക്ക് വയറുവേദന എടുക്കുന്ന പോലെ തോന്നും. ഫാർമസിയിലേക്ക് മരുന്ന് വാങ്ങാനായിട്ട് ചെല്ലും. അവിടെ പ്രഗ്നൻസി കിറ്റ് ഇരിക്കുന്ന കാണുമ്പോൾ അവൾ കുറച്ചു നേരം ആലോചിച്ചിട്ട് അതും വാങ്ങി റെസ്റ്റ് റൂമിലേക്ക് പോകും. അവിടെ വെച്ചിട്ട് അവൾ പ്രഗ്നന്റ് ആണെന്ന് ജെങ്സൂൺ തിരിച്ചറിയും. പക്ഷെ തിരിച്ചിറങ്ങി വരുമ്പോൾ യങ്ങിന്റെ അടുത്ത് ഒന്നും പറയുന്നില്ല. ഹെലിപാഡിന്റെ കൺസ്ട്രക്ഷനിൽ പ്രശ്നം ഉണ്ടായിരുന്നു, ഗവർണറുടെ ധൃതി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്, എന്തൊക്കെയോ അഴിമതി ഇതിന് പിന്നിലുണ്ട്, അതുകൊണ്ട് ഡോജിയെ പറ്റി തെറ്റായി കൊടുത്ത വാർത്തകളെല്ലാം തിരുത്തണം എന്ന് പറഞ്ഞിട്ട് ചിയോൺ ഒരുപാട് റിപ്പോർട്ടേഴ്സിനെ വിളിക്കും. അങ്ങനെ എല്ലാം സെറ്റിലായി എന്ന് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് പിറ്റേ ദിവസം വാർത്ത വരുന്നത്. അവർ വിചാരിച്ചതിനെക്കാട്ടിലും ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു ഗവർണർ എന്ന് അവർക്ക് മനസ്സിലാവും. ഡോജി സൈക്യാട്രിക് മെഡിക്കേഷൻ എടുക്കുന്നുണ്ട്, അങ്ങനെ ഒരു ഡോക്ടറാണ്, അങ്ങനെ ഒരു ഡോക്ടറിനെയാണ് അവിടെ അപ്പോയിന്റ് ചെയ്തേക്കുന്നത് എന്നുള്ള രീതിക്കാണ് വാർത്ത വരുന്നത്. അതറിയുമ്പോൾ അവന് പാനിക് അറ്റാക്ക് വരും. ഇവർ മനഃപൂർവ്വം ഇങ്ങനെ വാർത്ത കൊടുത്തതാണെന്ന് അവരൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും അത് സത്യമാണ്, ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് അകത്തേക്ക് പോകും. അവിടെ ചെന്നിട്ട് അവന് ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയത്തില്ല. അവിടെ നിന്ന് കരയുകയാണ്. ഹാരി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ എനിക്കിനി ഇത് സഹിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല, എനിക്ക് ഈ ഐലൻഡിൽ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പൊട്ടിക്കരയും. ഹാരി അവനെ ആശ്വസിപ്പിക്കും.